വെൽക്കം ബാക്ക് ടു an all new episode of All Things Considered. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കിയയുടെ സിറോസ് EV ആണ്. കിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക് കാറാണ് അവരുടെ ഫാമിലിയിലെ. ഒരു ക്രെറ്റ EVയുടെ ടെക്നോളജി എടുത്തിട്ട് നെക്സോൺ EV സൈസിലുള്ള ഒരു വെഹിക്കിളിലേക്ക് അഡാപ്റ്റ് ചെയ്തു. എന്നിട്ട് ഉള്ളിൽ വിൻസർ EVയുടെ സ്പേസും കൊടുത്തു. ഇത് എങ്ങനെ കിയ പുൾ ഓഫ് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഡെപ്തിൽ അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. വെൽക്കം ബാക്ക്. ഫെബ്രുവരിയിലാണ് കിയ സിറോസ് എന്ന് പറഞ്ഞ വെഹിക്കിളിനെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വേണ്ടി ലോഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് സിറോസ് EVനെ ജൂലൈ 2026 ലോഞ്ച് ചെയ്യുന്നത്. ആദ്യം കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇത് എന്തൊരു ഡിസൈനായത്, നമുക്ക് ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് തേക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കണ്ട് എനിക്ക് എവിടെയൊക്കെയോ ഒരു ഇഷ്ടം, പ്രത്യേകിച്ച് ഈ ഒരു കളറിനോട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. നമുക്കിവൻ്റെ ഡിസൈനിലേക്ക് പോകാം. ഇങ്ങനെയാണ് സിറോസ് EVയുടെ ഒരു ഫ്രണ്ട് എൻ്റെ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇവൻ്റെ ഒരു ഹെഡ് ലാമ്പ് വരുന്നത്. ഒരു വളരെ വലിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിന് മുമ്പ് എന്ത് ചെറുതാ നോക്ക്. ഒരു നല്ല നീളമുള്ളൊരു ഇൻഡിക്കേറ്റർ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു DRL ഫംഗ്ഷനും കൂടെ ഉള്ളൊരു ഇൻഡിക്കേറ്ററാണ് കേട്ടോ. പിന്നെ ഐസ് ക്യൂബ് പോലിരിക്കുന്ന ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ആക്ച്വലി ഇത് കാണാൻ. 2 ലോ ബീം യൂണിറ്റ്, ഒരു ഹൈ ബീം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഒരു ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് നമുക്ക് കാണാം. പിന്നെ ഇതൊരു മാറ്റ് പെയിൻ്റ് ആണ്. അതിനകത്ത് ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വണ്ടികളിലെല്ലാത്തിലും ഉള്ളതുപോലെ ഒരു ഫുൾ ലെങ്ത് DRL പരിപാടിയൊന്നും കൊടുത്ത് വൃത്തിയേടാക്കിയിട്ടില്ല. ഇത് പക്ഷേ നല്ല ഭംഗിയാണ്, നല്ല ക്ലാസിക് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇവിടെ കിയയുടെ ഒരു മാറ്റ് ബ്ലാക്ക് ലോഗോ കാണാം. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എയർ ഡാം പോർഷൻ നമുക്ക് കാണാം. ഇവിടെ ഫ്രണ്ട് 360 ഡിഗ്രി ക്യാമറയുടെ പാർക്കിംഗ് ക്യാമറ നമുക്ക് കാണാം. താഴെയായിട്ട് ഒരു എയർ ഡാം യൂണിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അഡാസിൻ്റെ ലെവൽ 2ൻ്റെ 16 ഫീച്ചേഴ്സോളം ഉള്ളൊരു വെഹിക്കിളാണ് സിറോസ് EV. അതിൻ്റെ റഡാർ യൂണിറ്റ് നമുക്കിവിടെ കാണാം. ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് 1, 2, 3, 4, 5, അപ്പുറത്തെ സൈഡിൽ 6 അൾട്രാസോണിക് പാർക്കിംഗ് സെൻസേഴ്സാണ് കിയ സിറോസ് EVയുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അത് നല്ല കാര്യമാണ്. നമുക്കിനി ഇവൻ്റെ ബോണറ്റ് സ്പേസ് ഒന്ന് കാണാം. ഇവിടെ ആയിട്ടാണ് സിറോസ് EVയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ലാച്ച് വരുന്നത്. ഒറ്റ കൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. വലിയ കുഴപ്പമില്ല. ഹൈഡ്രോളിക് സ്ട്രട്സ് കൊടുത്തിട്ടില്ല, കൊടുക്കാമായിരുന്നു. സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ, ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്കിവിടെ വിൻഷീൽഡ് വൈപ്പർ ഫ്ലൂയിഡിൻ്റെ റിസർവെയർ കാണാം, കൂളൻറ്റിൻ്റെ റിസർവെയർ കാണാം. പിന്നെ 12 വോൾട്ട് ബാറ്ററി നമുക്കിവിടെ കാണാം, ഫ്യൂസ് ബോക്സ് കാണാം. ഇവിടെ നമുക്ക് വെഹിക്കിളിൻ്റെ ECM കാണാം. ഇതാണ് കിയ സിറോസ് EVയുടെ ഫ്രണ്ട് ബോണറ്റിനുള്ളിലെ ഫ്രണ്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇതൊരു 16 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഫ്രണ്ട് സ്പേസ് ആണ്. പക്ഷേ ഇതിനകത്ത് 10 ലിറ്ററാണ് മാക്സിമം ലോഡ് കപ്പാസിറ്റി. 10 ലിറ്ററിന് മുകളിൽ നമ്മൾ ഇതിനകത്ത് വെച്ചുകൂടാ എന്നാണ് കമ്പനി നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ 16 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. അപ്പം നമുക്കിനി ഇവൻ്റെ ബോണറ്റ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സിറോസ് EVയുടെ സൈഡ് പ്രൊഫൈൽ എന്ന് കാണാം. ഇങ്ങനെയാണ് സിറോസ് EVയുടെ ഒരു സൈഡ് ലുക്സ് വരുന്നത്. വളരെ ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. എവിടെയൊക്കെയോ വേറെ പല വാഹനങ്ങളുടെയും നമുക്കൊരു ഡിസൈൻ ഇങ്ങനെ മറഞ്ഞു പോകും നമുക്ക് കാണാം. എവിടെയോ ഒരു വാഗണാറിൻ്റെ ഒരു ടച്ച് ഉണ്ട്. ഈ ഒരു ബി പില്ലർ നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ പുതിയ ആ ഒരു സിയറയുടെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ സംഭവം ഇതിൻ്റെ ഒരു ബോക്സി ഷേപ്പ് ഇറ്റ് വർക്ക്സ്. നല്ല രസമുണ്ട് കാണാൻ. എസ്പെഷ്യലി ഈ ഒരു മാറ്റ് ബ്ലാക്ക് പെയിൻറ്റിൽ നമുക്ക് ഇവൻ്റെ വീൽസൊക്കെ ഒന്ന് കാണാം. ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് MRF വാണ്ടറിൻ്റെ ടയറാണ് വരുന്നത്. 17 ഇഞ്ചാണ്, 215, 55, R17 എയറോസ്പെക്ക് വീൽസാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ കാര്യത്തിലൊന്നും കിയ ചീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് സൈഡ് മിറേഴ്സിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് കേട്ടോ. ബോഡി മാറ്റ് ആണെങ്കിലും ഇതിൻ്റെ മിറേഴ്സ് ഗ്ലോസി പ്ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 360 ഡിഗ്രി ക്യാമറയുടെ യൂണിറ്റ് കാണാം. പിന്നെ സിറോസ് EVയിൽ വന്നിട്ട് ഒരു ഫ്ലഷ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. മോട്ടറൈസ്ഡ് പോപ്പപ്പ് ആണ്. നമ്മൾ വെഹിക്കിൾ ലോക്ക് ചെയ്യുമ്പോൾ ഇത് ഉള്ളിലേക്ക് പോകും, അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ മാത്രം പുറത്തേക്ക് നിൽക്കും. അതുകൊണ്ട് നമ്മൾ മറ്റേ ചില വണ്ടികൾ നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വലിക്കേണ്ട കാര്യമില്ല. ഇത് എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ വരുന്നത്. നല്ലൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവൻ്റെ ഒരു ഓവറോൾ സൈഡ് ലുക്സ് വരുന്ന ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമുക്കിനി ഇവൻ്റെ ബാക്കിലേക്ക് പോകാം. ഇങ്ങനെയാണ് കിയ സിറോസ് EVയുടെ ഒരു ടെയിലിൻ്റെ ഡിസൈൻ വരുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒന്നും ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടമേ അല്ലായിരുന്നു.
പിന്നെ കണ്ട് എവിടെയൊക്കെയോ ഒരു ഇഷ്ടം, പ്രത്യേകിച്ച് ഇവൻ്റെ ആ ഒരു DR ഒരു എൽ ഷേപ്ഡ് DR ഇത് പൃഥ്വിരാജ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ L3ക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകും. ക്യൂ ദ മ്യൂസിക്. അപ്പോൾ അതങ്ങനെ രണ്ട് സൈഡിലും ഓരോ എല്ല് പോലുള്ള ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലോസപ്പിൽ കാണാം. ഇങ്ങനെയാണ് ആ ലൈറ്റിൻ്റെ ഒരു ക്ലോസപ്പ് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കിയ ഒരു കാര്യത്തിലും സീറോ CV കോസ്റ്റ് കട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്, മുകളിലൊരു വൈപ്പറിൻ്റെ വാഷർ നമുക്ക് കാണാം, ഒരു ഫുൾ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്, വൈപ്പറും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ആസ് ഓൾവേസ്. ഇവിടെ കിയയുടെ ഒരു മാറ്റ് ബ്ലാക്ക് ബാഡ്ജ് കാണാം. X-Line എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാം. കിയ സീറോ CVയുടെ ബാഡ്ജ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ആയിട്ടാണ് ഇവൻ്റെ സെക്കൻഡറി ടൈൽ ലാമ്പ് വരുന്നത്. അത് പാർക്ക് വിത്ത് ബ്രേക്കാണ്. ഇവിടെ ആയിട്ടാണ് ബ്രേക്ക് ലൈറ്റ്സ് വരുന്നത്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു റിഫ്ലക്ടർ മാത്രമാണ് കേട്ടോ. അങ്ങനെയാണ് ടെയിൽ ലാമ്പ് സിറ്റുവേഷൻ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ യൂണിറ്റ് കാണാം. ബാക്കിൽ വന്നിട്ട് 1 2 3 4 5 6 6 അൾട്രാസോണിക് പാർക്കിംഗ് സെൻസേഴ്സാണ് ബാക്കിൽ സീറോ CVയുടെ കൊടുത്തിട്ടുള്ളത്. അത് നല്ല കാര്യം. അപ്പം ഫ്രണ്ടിലും ബാക്കിലും കൂടെ 6 6 12 സെൻസറുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഐയുടെ നേരെ താഴെ ഇവിടെയായിട്ട് ഒരു റബ്ബറൈസ്ഡ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മോട്ടറൈസ്ഡ് ബൂട്ടല്ല, മാനുവലി ഓപ്പണിംഗ് ബൂട്ടാണ്. നല്ല സൈസുള്ള ബൂട്ടാണ്. ഈ ഒരു വെഹിക്കിൾ സൈസിന് മോർ ദാൻ എനഫ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 390 ലിറ്റർ തൊട്ട് 465 ലിറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ്. അതായത് ഇതിൻ്റെ ഈ ബാക്കിലെ റോ സീറ്റില്ലേ, അത് നമുക്ക് മുന്നിലേക്കും പിന്നിലേക്കും ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും ബോട്ടം. അപ്പം മാക്സിമം മുന്നിലേക്ക് സീറ്റ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ 465 ലിറ്റർ വരെ, മാക്സിമം പിന്നിലേക്ക് ഇറക്കിയിട്ടാൽ 390 ലിറ്റർ വരെ. അപ്പോഴും 390 ലിറ്റർ ഉണ്ട്. അത് ഗംഭീരമാണ്. പാക്കേജിങ് മികവ് തന്നെയാണ് നമുക്ക് അതിനകത്ത് കാണാനുള്ളത്. പിന്നെ വന്നിട്ട് ബൂട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ലാമ്പ് പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് 3.3 കിലോവാട്ട്സിൻ്റെ സ്ലോ ചാർജർ നമുക്ക് കാണാം. അത് നല്ലൊരു ഹാർഡ് ഒരു ബോക്സിലൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ ഒരു പാക്കറ്റിലൊക്കെ ആയിരിക്കും തരുന്നത്. പിന്നെ നമുക്കിതിനകത്ത് 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സബ് വൂഫർ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു വാർണിംഗ് ട്രയാങ്കിൾ ഉണ്ട്. അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. സ്പെയർ വീൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. സ്പെയർ വീലുണ്ട്. സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. സൈസ് 16 ഇഞ്ച് ടയറാണ്. കുഴപ്പമില്ല, എന്തായാലും സ്പെയർ വീൽ തന്നിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പം നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാം. ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡ് ഏപ്രണിലാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് ചാർജിങ് പോർട്ട് വരുന്നത്. നമ്മൾ വെഹിക്കിൾ അൺലോക്ക് ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുഷ് ആൻഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് പോർട്ട് ഓപ്പൺ ആവും. ഇവിടെ ഒരു ലൈറ്റ് പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറേ തോട്ട്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ രാത്രിയാണ് ചാർജിനിടാൻ പോകുന്നതെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് പോർട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സീറോ CV ഒരു 100 കിലോവാട്ട്സ് DC മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിളാണ്. അതിൻ്റെ ചാർജിങ് ഫീച്ചേഴ്സ്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇങ്ങനെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ആവശ്യം കഴിയുന്നു, നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സീറോ CVയുടെ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇവൻ്റെ ഫ്രണ്ട് സീറ്റിലേക്കുള്ള ഇൻഗ്രസ് എഗ്രസ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല അത്യാവശ്യം ഡീസൻ്റായിട്ട് വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ്. 90 ഡിഗ്രീസ് ഒന്നുമില്ല. ഡോറിൻ്റെ ഓപ്പണിംഗ് ആണെങ്കിലും നല്ല വൈഡാണ്. നമുക്ക് അകത്തേക്ക് കയറാൻ ഇറങ്ങാനാണെങ്കിലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. തല തട്ടുമെന്നുള്ള പേടിയേ വേണ്ട, കാരണം നല്ല ബോക്സി ആയിട്ടുള്ള ഡിസൈനാണ് സിറോസ് ഇൻ ജനറൽ. പിന്നെ അകത്ത് ഇരുന്നതിന് ശേഷം സീറ്റിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു ക്ലാസ് ഓഫ് വെഹിക്കിൾസിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് സിറോസിൻ്റെ ആണെന്നാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പം അത്യാവശ്യം ഈ കാറ്റഗറിയിലുള്ള വെഹിക്കിൾസ് എല്ലാം ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. സ്പേഷ്യസ് എന്ന് പറഞ്ഞാലേ, ചില വെഹിക്കിൾസിൻ്റെ സീറ്റ് കഴിഞ്ഞിട്ട് ഈ ബോൾസ്റ്റേഴ്സ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പം എൻ്റെ ഒരു ഫ്രെയിമിന് ഓക്കെ, പക്ഷേ ഇച്ചിരി ഫ്രെയിമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ ബോൾസ്റ്റേഴ്സ് കാരണം ഇരിക്കാനുള്ള സുഖം കുറയും, ഇഫ് യു നോ വാട്ട് ഐ മീൻ. അപ്പം ഇതിൻ്റെ ആസിറ്റീസ് ബോട്ടം ബോൾസ്റ്റേഴ്സ് നല്ല സപ്പോർട്ടീവാണ്, സൈഡ് ബോൾസ്റ്റേഴ്സ് നല്ല സപ്പോർട്ടീവാണ്, ലോവർ ബാക്കിന് നല്ല ഒരു സപ്പോർട്ട് വരുന്നുണ്ട്, നല്ല ഫേം ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ എന്താണ്, ഒരു പ്രോപ്പർ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല്, സീറ്റ് പെഡൽസ് പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ അണ്ടർ തൈ സപ്പോർട്ട് ഒരു 90% അണ്ടർ തൈ സപ്പോർട്ട് കറക്റ്റാണ്. ഒരു ശകലം കൂടെ വേണം, പക്ഷേ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സീറ്റ് ഒന്ന് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അണ്ടർ തൈ സപ്പോർട്ട് ഒരു പ്രശ്നമാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ സിറോസിൻ്റെ സീറ്റ്സ് വന്നിട്ട് നമുക്ക് റിക്ലൈനിങ്ങും ഫ്രണ്ട് ടു ബാക്ക് അഡ്ജസ്റ്റ്മെൻറ്റും ഇലക്ട്രിക്കാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇലക്ട്രിക് കൊടുക്കാമായിരുന്നു, കൊടുത്തിട്ടില്ല. പാസഞ്ചർ സീറ്റ് മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അതിൽ ഇലക്ട്രിക് ഒന്നും കൊടുത്തിട്ടില്ല.
ഡാഷ്ബോർഡ് നല്ല ലോ ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ബോണറ്റിൻ്റെ എഡ്ജും പുറത്തേക്കുള്ള വിസിബിലിറ്റിയൊക്കെ സൂപ്പറാണ്. അത് ഞാൻ അകത്ത് കയറിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. എൻ്റെ ഡാഷ്ബോർഡ് ശരിക്കും ലോ ആണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാം. നല്ല വിസിബിലിറ്റി ഉണ്ട്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കുറേ വിറ്റ് പോകും, അതിനുള്ള എല്ലാ സ്കോപ്പും ഞാൻ കാണുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്കുള്ള ഇൻക്രീസ് എങ്ങനെ നോക്കാം. ഡോറ് നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ്. ഫ്രണ്ട് ഡോറിനേക്കാളും വൈഡായിട്ട് ഓപ്പൺ ആവുന്ന റിയർ ഡോറാണ്. നന്നായിട്ടുണ്ട്. കയറാനുള്ള ആ ഒരു ഓപ്പണിംഗ് ആണെങ്കിലും നല്ല സൂപ്പറാണ്. അകത്തേക്കൊന്ന് കയറിയിട്ട് ബാക്കി പറയാം. തല തട്ടുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. ഇതിപ്പം ഈ വിഷ്വൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതിന് ബാക്കിൽ വലിയ സ്പേസ് ഒന്നും ഇല്ലല്ലോ. അവിടെയാണ് ഇവൻ്റെ പാർട്ടി പീസ്. ഈ സെക്കൻഡ് റോ സീറ്റിന് സ്ലൈഡിങ് ഫങ്ഷൻ ഉണ്ട്. അതായത് ഇതിനിടയിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ തള്ളതല്ലേ. ഇത് എങ്ങനെയാണോ ഞാനൊരു പെർസ്പെക്റ്റീവ് പറഞ്ഞുതരാം. നെക്സോൺ EV Max ഞാൻ ഉപയോഗിക്കുന്ന വാഹനം, അതിൻ്റെ ബാക്കിൽ എൻ്റെ സീറ്റിംഗ് പൊസിഷനിൽ കഴിഞ്ഞ് എനിക്ക് ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിത് കഷ്ടിച്ച് ഇത്ര ലെഗ് റൂം ഉണ്ടാവുള്ളൂ. ഇതിൽ ലെഗ് റൂം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ സീലറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ഡിറ്റോ സെയിം. അതായത് MG വിൻസർ ലെവൽ ഓഫ് സ്പേസ് ആണ് ഈ കാറിൻ്റെ ബാക്ക് സീറ്റ് കിട്ടുന്നത്. ഇത് പാക്കേജിങ് എഫിഷ്യൻസി അറ്റ് ഇറ്റ്സ് പീക്കാണ്. അത് എനിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഈ കാറിനെ കുറിച്ച്. അതായത് ഞാൻ ഒന്ന് നേരെ ചൊവ്വ ഇരുന്നാൽ അണ്ടർ തൈ സപ്പോർട്ട് ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 90% അണ്ടർ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഐ ക്യാൻ ലിവ് വിത്ത് ദിസ്. എനിക്ക് ഒരു പ്രശ്നങ്ങളും പറയാനില്ല. ഇത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു അണ്ടർ തൈ സപ്പോർട്ടേ ഉള്ളൂ. ഈ ലെഗ് റൂം ഈസ് ഹ്യൂജ്. അതായത് ഞാൻ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരുന്നാലും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. എന്നാലും ഇത്ര സ്പേസ് ഫ്രണ്ടിലേക്ക് കിടക്കുക പ്ലെൻറ്റിയാണ്. കഴിഞ്ഞിട്ടില്ല. സിറോസിൻ്റെ പാർട്ടി പീസും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒരു ലിവറുണ്ട്. ആ ലിവർ വലിച്ചാൽ അത്രയും പിന്നിലേക്ക് റിക്ലൈനിങ്ങും ഉണ്ട്. ഇത് എങ്ങനെ കിയ പുൾ ഓഫ് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇത് ആക്ച്വലി നിങ്ങൾ ഇത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ വെഹിക്കിളിൻ്റെ പുറമേ നിന്ന് കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു ലുക്ക് ഫീല് അല്ല ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ. ഭയങ്കര അൺഅസ്യൂമിങ് ആണ് ഈ വണ്ടി. ഇത്രയും സ്പേസ്, ഇത്രയും ഫീച്ചേഴ്സ്, ഇത്രയും കംഫർട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പുറമേ നമുക്കൊരു ക്ലൂ പോലും തരത്തില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സബ് 4 മീറ്റർ SUV, 4 മീറ്റർ താഴെ വലിപ്പമുള്ള ഒരു നെക്സോൺ EVയുടെ സൈസിലുള്ള ഒരു വെഹിക്കിളിനകത്ത് ഇതുമാതിരി ഒരു മാരക ലെഗ് സ്പേസ്, ഫുഡ് റൂം പറയേണ്ട കാര്യം പോലും ഇല്ല. ഇതുപോലൊരു റിക്ലൈൻ എന്നെ കാണാൻ പോലും പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതിവിടെ ഇത്രയും റിക്ലൈനും ഉണ്ട്. ബൂട്ട് സ്പേസിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പീക്ക് സീറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയാം. സീറ്റിൻ്റെ ക്വാളിറ്റി നല്ല ഫേമായിട്ടുള്ള ബോട്ടമാണ്. നല്ല റിക്ലൈനിങ് ഉണ്ട്. പുറത്തേക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. ആക്ച്വലി ഞാൻ ഭയങ്കര ലോസ് ഫോർ വേർഡ്സ് ആണ്. ഞാൻ ഇതിൻ്റെ അകത്തെ സ്പേസ്, ഇതിൻ്റെ റിക്ലൈനിങ് കണ്ടിട്ട് കിളി പറന്ന് നിൽക്കുകയാണ്. ശരിക്കും ഇഷ്ടമായി. ബാക്കിലെ ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നല്ല സപ്പോർട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി, ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിപ്പോയി. നമുക്കിനി സീറോ CVയുടെ ഇൻറ്റീരിയറിലേക്കൊന്ന് പോവാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് ഒന്ന് വർണ്ണിക്കാം. ഈ ഡാർക്ക് പച്ച പോർഷൻ പോലെ വന്നിരിക്കുന്ന സാധനം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പിന്നെ കൈ വെക്കുന്ന പോർഷൻ ഒരു ലെതറിട്ട് മെറ്റീരിയലാണ്. അതിലൊരു ഡബിൾ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല വെളിച്ചമാണ്, അതുകൊണ്ട് നമുക്ക് ബ്രൈറ്റ്നെസ് അധികം ഉണ്ടാകത്തില്ല. പിന്നെ ഡോർ ഹാൻഡിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ വന്നിട്ടൊരു സീറ്റ് വെൻറ്റിലേഷൻ്റെ ബട്ടൺ നമുക്ക് കാണാം. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഫ്രണ്ടിലെ 2 സീറ്റിനും സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ട്. അതിൻ്റെ ബട്ടൺ ഡോറിലാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്പീഡ് നമുക്ക് വെൻറ്റിലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ട് നമുക്ക് മിറർ കൺട്രോൾസ് കാണാം. ഇതിൻ്റെ എല്ലാ വിൻഡോയ്ക്കും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഫങ്ഷൻ കിയ കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് അപ്പും ഉണ്ട്. കണ്ടോ, ഒരു തരത്തിലും കിയ ഈ വെഹിക്കിളിൽ ചീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. നല്ല കാര്യം, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ താഴത്തേക്ക് വരുമ്പം ഒരു 8 സ്പീക്കർ ഹാർമൻ കാർഡിൻ്റെ ഡ്രൈവർ സൈഡിലെ ഡോറിലെ സ്പീക്കർ നമുക്ക് കാണാം. ഇവിടെ ആയിട്ടൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് വെക്കാം. ഇവിടെ നമുക്ക് ചെറിയ കുടയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ, പിന്നെ ക്ലീനിങ് ക്ലോത്ത് ഒക്കെ വെക്കാനായിട്ട് ഉള്ള സ്പേസ് ഉണ്ട്. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇനി നമുക്കിതിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് പോകാം. അങ്ങനെയാണ് സീറോ CVയുടെ ഒരു ക്യാബിൻ വരുന്നത്. അതിനു മുമ്പ് ഇതിൻ്റെ ഈ ഒരു ഇൻറ്റീരിയർ തീമിനെ കുറിച്ചൊന്നും പറയാതെ പോകാൻ നിവർത്തിയില്ല. ഞാൻ യൂഷ്വലി ഒരു ഡാർക്ക് തീമിൻ്റെ ഒരു ആളല്ല, എനിക്ക് പേഴ്സണലി അത് താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കളർ സ്കീം കണ്ടിട്ടേ എനിക്ക് അങ്ങോട്ട് വിട്ടു പോകാനും തോന്നുന്നില്ല.
ഹെഡ് റെസ്റ്റിൽ എക്സ് ലൈൻ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ആണ്. പിന്നെ സീറ്റ് നമ്മുടെ ഡോറിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാർക്ക് പച്ച തീമാണ്. ഇത് എത്രത്തോളം ക്യാമറയിൽ കളർ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് അറിയില്ല. വെന്റിലേഷൻ ഫംഗ്ഷനുള്ള സീറ്റാണ്. ഫോർവേഡ് ബാക്ക്വേർഡ് റിക്ലൈനിങ് ഫംഗ്ഷൻ, ഇലക്ട്രിക് ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലാണ്. നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. നല്ല ഒന്നാന്തരം ഒരു ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, അടിപൊളിയാണ്. നമുക്കിനി അകത്തേക്ക് കയറി ഇരുന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇങ്ങനെയാണ് സിറോസ് CVയുടെ ഒരു ക്യാബിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ വരുന്നത്. പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് സിറോസ് CVയിൽ കിയ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കിയയുടെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 13.49 lakhs to 23 lakhs ആണ് ഓൺ റോഡ് വരുന്നത്. ആ ഒരു വിലയ്ക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ഓരോന്നിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം സ്റ്റിയറിംഗിൽ നിന്ന് തൽക്കാലം തുടങ്ങാം. ഇതിൻ്റെ ഇൻറ്റീരിയറിലെ തീം മാച്ചിങ് പോലെ തന്നെ ഒരു പച്ചയും ബ്ലാക്കും കൂടെ ഉള്ള ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പീസും സ്റ്റിയറിംഗിൻ്റെ ടോപ്പ് ഇൻസൈഡ് മാത്രം പച്ച കൊടുത്തിട്ടുണ്ട്. ചുറ്റും മൊത്തം ഒരു ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഫുൾ ലെതറാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഇതിലെ ബട്ടൺസ് വന്നിട്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ, അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ. ഇത് നമുക്ക് അഡാസ് ലെവൽ 2 ഉള്ളതുകൊണ്ട് തന്നെ വെഹിക്കിളിൻ്റെ ഫോളോയിങ് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ. ഇത് നമുക്ക് ഈ മെനൂസ് അതിൻ്റെ പേജ് ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺ. ഇത് നമുക്ക് ഈ ട്രിപ്പ് ഡേറ്റ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ള ഒരു സ്ക്രോൾ വീലാണ്. ഈ സ്ക്രോൾ വീലിൻ്റെയൊക്കെ ഒരു ഡാമ്പിങ് എന്ന് പറഞ്ഞുണ്ടല്ലോ, നല്ല രസമാണ്. പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റിൻ്റെ ബട്ടൺ. പിന്നെ ഈ സൈഡിൽ നമുക്ക് മോഡെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ FM വേണോ, ബ്ലൂടൂത്ത് വേണോ, ഓക്സ് വേണോ, അങ്ങനത്തെ സാധനങ്ങൾ തീരുമാനിക്കുന്നത്. വോയിസ് കമാൻഡ്സിൻ്റെ ബട്ടൺ. പാട്ട് പ്രീവിയസ് ട്രാക്ക് നെക്സ്റ്റ് ട്രാക്ക് ആക്കുന്നത്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും. അതിൽ തന്നെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂട്ട് ഫംഗ്ഷൻ കിട്ടും. പിന്നെ ഇവിടെ ഒരു കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ബട്ടണാണ്. നമുക്ക് ഇഷ്ടമുള്ള ആക്ഷൻ നമുക്ക് അതിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് തരാം. ഇത് ഫോൺ ആൻസർ ഡിക്ലൈൻ കൊടുക്കുന്ന ബട്ടൺസ് ആണ്. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് സ്റ്റിയറിംഗിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ്, നല്ല ലേ ഔട്ടാണ്. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളും ഇല്ല. പിന്നെ ഒരുത്തന്നെ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടെ ആയിട്ട് സ്റ്റിയറിംഗിൻ്റെ സെൻറ്ററിൽ. ഇത് ഡ്രൈവ് മോഡ് സെലക്ടറാണ്. നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വെഹിക്കിളിൻ്റെ ഡ്രൈവ് മോഡ് ഇപ്പോൾ സ്പോർട്ട്, ഈക്കോ, നോർമൽ, നമുക്ക് ഇവിടെ തന്നെ ഡ്രൈവ് മോഡ്സ് മാറ്റാം. അത് നല്ല ടച്ചാണ്. സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹെഡ് ലാംപ്സിൻ്റെ കൺട്രോൾസ് വരുന്നത്. നമുക്കിതിൽ തന്നെ ഓട്ടോ ഹെഡ് ലാംപ്സ് ഉണ്ട്, അത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇൻ്റലിജൻറ്റ് ഓട്ടോമാറ്റിക് ഹൈ ബീം അസിസ്റ്റ് ഉള്ള വെഹിക്കിളാണ് സിറോസ് CV. നമുക്ക് ഇൻഡിക്കേറ്റർ സ്റ്റോക്ക്, ഫോഗ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഈ ഒരു സ്റ്റോക്കിലാണ് വരുന്നത്. അതിന് താഴെയായിട്ടാണ് വെഹിക്കിളിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഗിയർ സെലക്ടറും വരുന്നത്. നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്ത ശേഷം ഈ ടിപ്പ് പോർഷൻ ജസ്റ്റ് മുന്നിലേക്ക് പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഡ്രൈവിലായി. ഒന്ന് ബാക്കിലേക്ക് ആക്കുക ന്യൂട്രായി, ഒന്നുകൂടെ ബാക്കിലേക്ക് ആക്കുക റിവേഴ്സ് വീഴും. ഇതിൻ്റെ തുമ്പിലായിട്ട് ഇവിടെ ഒരു ബട്ടണുണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് പാർക്കിലേക്ക് വീഴും. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ സ്റ്റിയറിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ്, സ്പീഡ്, അതിൻ്റെ സ്പ്രേ ഫംഗ്ഷൻ, കാര്യങ്ങൾ. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സൊക്കെ ഉള്ളതാണ്, അതൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം അതെല്ലാം ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ലേ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ആർക്കും ഒരു കൺഫ്യൂഷനും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇങ്ങനെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇവിടെ കുറച്ച് ബട്ടൺസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ബട്ടൺ. ഇത് നമ്മുടെ ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കിൻ്റെ റിലീസിൻ്റെ ബട്ടൺ, ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ, നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ. ഇനി നമുക്ക് ഇവൻ്റെ MIDയിലേക്ക് പോവാം. സിറോസിൻ്റെ ഈ ഒരു ഡിസ്പ്ലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. 30 ഇഞ്ച് ട്രിനിറ്റി ഡിസ്പ്ലേ എന്നാണ് കിയ ഇതിനെ അഡ്വർടൈസ് ചെയ്യുന്നത്. ഇതൊരു സിംഗിൾ 30 ഇഞ്ച് ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ടെക്നിക്കലി ഇത് 3 ഡിസ്പ്ലേ ആണ്. ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AC വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്ക്വയർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇവിടം വരെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒറ്റ പീസ് ഗ്ലാസ് പോലെ നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് അവർ 30 ഇഞ്ച് ട്രിനിറ്റി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഏതായാലും അത് കൊള്ളാം. ഇവൻ്റെ MID ആണെങ്കിലും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ റീഡിങ്സ് ആണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് നോക്കിയാലും എല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഈ താഴെ ഇവിടെയൊക്കെ ആയിട്ട് വാർണിംഗ് സിമ്പിൾസ് നമുക്ക് കാണാം. പിന്നെ ഇവിടെ നമുക്ക് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ആണെന്ന് കാണിക്കും. എക്സ്റ്റേണൽ ടെമ്പറേച്ചർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണാം, റീജൻ്റെ ലെവൽ കാണാം, ഓഡോമീറ്റർ കാണാം, പവർ മീറ്റർ കാണാം, ഡിസ്റ്റൻസ് ടു empty കാണാം, ഈ ലൈൻ കീപ്പ് അസിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വാർണിംഗ് ലൈറ്റ് കാണാം. ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് ടയർ പ്രഷർ, വെഹിക്കിളിൻ്റെ എഫിഷ്യൻസി, ട്രിപ്പ്, എല്ലാ കാര്യങ്ങളും നല്ല ലെജിബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയാണ്. പിന്നെ മാപ്സ് നമുക്ക് ഇവിടെ മിറർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധ പോകണ്ട എന്ന് സാരം. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ കിടക്കുന്ന ഈ പീസിനെ കൂടെ നോക്കാം. ഇവൻ AC വേണ്ടി മാത്രമുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാവും. എന്ത് വന്നാലും ഈ ഒരു ഡിസ്പ്ലേയുടെ അകത്തുള്ള കണ്ടൻസ് മാറുന്നില്ല. AC ഓട്ടോ, AC ഓൺ ആക്കാൻ, റീസർക്കുലേഷൻ, ഔട്ട്സൈഡ് എയർ,
ഫ്രണ്ട് ബാക്ക് ഡീഫോഗർ, പിന്നെ എ സിയുടെ പൊസിഷൻ, എ സിയുടെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ ഹ്യുണ്ടായിയുടെ കിയയുടെ പുതിയ വെഹിക്കിൾസിന് മാത്രം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഡ്രൈവർ സീറ്റിന് വേണ്ടി, അതായത് ഡ്രൈവറിന് വേണ്ടി മാത്രം എ സി വർക്ക് ചെയ്യിക്കും. അപ്പം എഫിഷ്യൻസി കുറെ കൂടെ ബെറ്റർ ആവും. എ സി ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇപ്പം ആളില്ല, ഒറ്റയ്ക്കാ പോകുന്നുണ്ടെങ്കിൽ എല്ലായിടവും കൂടെ എ സി ഇട്ട് അലമ്പാക്കണ്ടല്ലോ. അപ്പോൾ ഡ്രൈവറിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ എ സി ഇടാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എ സി വരുന്നത്. നല്ല നല്ല ചില്ലായിട്ടുള്ള എ സിയാണ് കേട്ടോ. നമുക്കിനി ഇവൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിലേക്ക് വരാം. കിയ കുറച്ചുകൂടെ ഒരു കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. സന്തോഷം. എപ്പോഴും ഒരു നിയോൺ ടച്ച് ആയിരിക്കും, ഒരു വയലറ്റ് പർപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമായിരിക്കും എപ്പോഴും കൊടുക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കുറച്ച് കളേഴ്സ്, ഒരു ഇച്ചിരി ജീവൻ ഉണ്ടെന്നാണ് ഞാൻ ഈ ഉദ്ദേശിച്ച് വരുന്നത്. നമുക്കിതിനകത്ത് ഓൺ ബോർഡ് മാപ്സ് കൊടുത്തിട്ടുണ്ട്. EV സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ചാർജിങ് സ്റ്റേഷൻ നമുക്ക് സെർച്ച് ചെയ്യാം. ബാറ്ററി പ്രീ കണ്ടീഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല നല്ല ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. പിന്നെ ഫോണ്, നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ മിറർ ചെയ്യാൻ പറ്റും. കാർ വാഷ് മോഡ്, നമ്മുടെ ലൊക്കേഷൻ നമുക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വെതർ കാണാം. വെഹിക്കിളിൻ്റെ സെറ്റിങ്സിനകത്താണ് നമുക്ക് വെഹിക്കിളിൻ്റെ അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് നമുക്ക് സകലമാന അഡാസിൻ്റെ ഫീച്ചേഴ്സ് 16 ഫീച്ചേഴ്സോളം ഉണ്ട്. അതായത് നമുക്ക് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, സിറ്റി എമർജൻസി ബ്രേക്കിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്. ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ആയിട്ടല്ല, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ആണ് കേട്ടോ. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് മിററിൽ മറ്റേ ലൈറ്റ് വരുന്ന പരിപാടി കൊടുത്തിട്ടില്ല. ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറയുണ്ട്. പിന്നെ ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ എന്തായാലും കിയ സിറോസിൽ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ്സിൻ്റെ കാര്യങ്ങൾ, നമുക്ക് ഈ ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഒരു തവണ ടാപ്പ് ചെയ്യുമ്പം എത്ര തവണ ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിജിറ്റൽ കീ, നമ്മുടെ ഹാരിയറിൻ്റെ സിയറയുടെ ഒക്കെ വീഡിയോ പറഞ്ഞ പോലെ നമുക്കൊരു NFC കീ കാർഡ് നമ്മുടെ പുറത്ത് ഇങ്ങനെ കൊണ്ട് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ വെഹിക്കിൾ അൺലോക്ക് ചെയ്യാം. നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെ കീ ആയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. കിയ റിയലി തോട്ട് ഓഫ് എവറിത്തിങ്. ഇനി ഇവൻ്റെ ഈ 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കിയ സിറോസ് EVയുടെ സൗണ്ട് സിസ്റ്റം കേട്ടിട്ട് അതിൻ്റെ ഒരു തരിപ്പിലിരിക്കുകയാണ്. ഒരു 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ്. ഹാർമൻ കാർഡിൻ്റെ ആണ്. 4 സ്പീക്കർ, 2 ട്വീറ്റർ, ഫ്രണ്ടിലൊരു മിഡ്, ബൂട്ടിലൊരു സബ്. അടിപൊളിയാണ്. ഈ ഒരു വെഹിക്കിളിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. ആക്ച്വലി ഞാൻ കേട്ടിട്ട് ഇച്ചിരി ഞെട്ടിയിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹ്യുണ്ടായി ക്രെറ്റ ലെവൽ ഓഫ് സൗണ്ട് സിസ്റ്റം ഇതിനകത്തുണ്ട്. അതിൽ ബോസിൻ്റെ 8 സ്പീക്കറാണ്, ഇതിൽ ഹാർമൻ്റെ 8 സ്പീക്കറാണ്. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഞാൻ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സിറോസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് കണ്ടു, ഇവൻ്റെ 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ കേട്ടു. ഇനി നമുക്ക് അതിനെ തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ഷോർട്ട് കട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എസെൻഷ്യൽ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് സെറ്റപ്പിൻ്റെ ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നൊരു ബട്ടൺ കാണാം. മീഡിയ കൺട്രോൾസിനുള്ള ബട്ടൺ, വോളിയം അപ്പ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു റോട്ടറി ഡയൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീൻ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഇപ്പുറത്തായിട്ട് സെർച്ച് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. നമുക്ക് ചാർജിങ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. തൊട്ടപ്പുറത്ത് മാപ്സിനൊരു ബട്ടൺ ഉണ്ട്. ഇൻബിൽറ്റ് മാപ്സ് ഉള്ള വെഹിക്കിളാണ് സിറോസ്. പിന്നെ നമുക്ക് ഹോമിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ബട്ടണും ഇവിടെ കാണാം. അതിന് താഴെയായിട്ട് നമുക്കൊരു ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC ഫാൻ സ്പീഡിൻ്റെ ബട്ടൺ നമുക്ക് കാണാം. മോഡ് മാറ്റാനുള്ള ബട്ടൺ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺ നമുക്ക് കാണാം. ടെമ്പറേച്ചറിൻ്റെ ബട്ടൺ കാണാം. ബേസിക്കലി നമുക്ക് ഈ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പോകേണ്ടതെന്നാണ് കിയ ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല കാര്യം. പിന്നെ ഇവിടെ AC കാര്യം പറയുമ്പോൾ തന്നെ വെൻസ് പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. ഒരു സിംഗിൾ ലൈൻ പോലെ തോന്നിക്കാനായിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല ഒരു ഡാമ്പിംഗ് ഉള്ള AC വെൻസ് തന്നെയാണ്. അങ്ങനെ ചീപ്പായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഈ സൈഡിൽ ഒരെണ്ണം, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ എനിക്കിഷ്ടപ്പെട്ടൊരു ഫീച്ചർ, ഇതൊരു ടൈപ്പ് C പോർട്ടാണ്. നമുക്കിത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഈ ഒരു വൈറ്റ് ലൈറ്റ് കണ്ടല്ലോ അല്ലേ, ഈ ചാർജിങ് പോർട്ടിലും ഈ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി മാത്രമാണ് നമുക്ക് ഈ ടൈപ്പ് C പോർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ ഇവിടെ ഓറഞ്ച് ആവും. അതിനർത്ഥം ഇപ്പം നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം. ഈ സ്ക്രീനിലേക്ക് നമുക്ക് ഈ ടൈപ്പ് C പോർട്ട് വഴി മീഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഐഡിയ ആണ്. ഇവിടെ നമുക്കൊരു 100 വാട്ട്സിൻ്റെ USB ടൈപ്പ് C പോർട്ട് കാണാം. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ 180 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് വരുന്നൊരു 12 വോൾട്ട് സോക്കറ്റ് നമുക്ക് കാണാം. ഈ സോക്കറ്റിന് പ്രത്യേക രീതിയിൽ ഓപ്പൺ ആകുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് റിലീസ് ചെയ്താൽ ഇത് കണ്ടോ, ഇപ്പം ഞാൻ വിട്ടത് കൊണ്ടാണ് കേട്ടോ, കണ്ടോ ചാടി അങ്ങ് പോകും. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമുക്ക് അതിന് നേരെ താഴെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കാണാം. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ആക്സസിബിൾ ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പിന്നിലായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. താഴത്ത് വലിയൊരു സ്റ്റോറേജ് ഉണ്ട്. അവിടെ ഇപ്പോൾ ഒരു ബോക്സ് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ
ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൻട്രൽ കൺസോൾ ഒരു ഫ്ലോട്ടിംഗ് സെൻട്രൽ കൺസോളാണ്. അതിന് ചുറ്റും ഇങ്ങനെ ആംബിയൻ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാർക്കിങ്ങിൻ്റെ സെൻസേഴ്സ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കാണാം. പിന്നെ 360 ഡിഗ്രി ക്യാമറ, അതാണ് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയത്. ഇങ്ങനെയാണ് സീറോ സിവിയുടെ ഒരു 360 ഡിഗ്രി ക്യാമറ വരുന്നത്. ടിപ്പിക്കൽ ഹ്യുണ്ടായി കിയയുടെയൊക്കെ വെഹിക്കിൾസിൻ്റെ ക്യാമറ പോലെ തന്നെ സാച്ചുറേഷൻ ഇച്ചിരി കുറവാണ്, അതായത് കളേഴ്സ് ഇച്ചിരി ഡിമ്മാണ്. പക്ഷേ നമുക്ക് റെസൊല്യൂഷനിലോ ക്ലാരിറ്റിയിലോ അങ്ങനെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിപ്പം ഒരു എയർലി സോഫ്റ്റ്വെയറിൽ ഓടുന്നതുകൊണ്ടായിരിക്കണം ഇതിൻ്റെ ക്യാമറയുടെ സ്റ്റിച്ചിങ് അത്ര പ്രോപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഫ്രണ്ടിലെയും ബാക്കിലെയും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. എന്തായാലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസേ അതിനകത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ നമ്മൾ നേരെ പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു നമുക്ക് അകത്തൊന്നും വെക്കാനില്ലെങ്കിൽ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഫോണോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. അതല്ലെങ്കിൽ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറ്റിയാൽ നമുക്ക് ഇതിനകത്ത് 2 ബോട്ടിൽ ഹോൾഡർ, കപ്പ് ഹോൾഡർ എന്ന് വിളിച്ച് ഞാൻ ഇതിനെ ആക്ഷേപിക്കുന്നില്ല, നമുക്ക് 2 ബോട്ടിൽ ഹോൾഡർ നമുക്കിവിടെ കാണാം. ഇതിന് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് വിട്ടാൽ അവനകത്ത് പോയി ഒളിച്ചിരുന്നോളും. അപ്പോൾ നമുക്കിവിടെ ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും വലിയ സാധനങ്ങൾ വെക്കണമെങ്കിൽ വെക്കാം. ഇനി അവിടെ ഒന്നും വെക്കാനില്ല, നമുക്ക് കപ്പ് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്യുക, 2 കപ്പ് ഹോൾഡറും തിരിച്ചു വന്നു ജീമ്പൂമ്പ. പിന്നെ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്യുന്നു. സെൻട്രൽ കൺസോളിലെ ആംറസ്റ്റിനെ നമുക്കൊന്ന് വർണ്ണിക്കാം. അകത്തായിട്ട് ഒരുപാട് ഡെപ്ത് ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവൻ്റെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ. സ്റ്റോറേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇനി എന്താ ഗ്ലൗ ബോക്സും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെയാണ് ഗ്ലൗ ബോക്സ്. ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. ലൈറ്റ് ഇല്ല, കൂളിംഗ് ഫംഗ്ഷൻ ഇല്ല. നമുക്ക് അത്യാവശ്യം ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വെക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. നമുക്കിനി ഇവൻ്റെ ബാക്ക് സീറ്റിലെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ സൺറൂഫ്, അതായത് എനിക്ക് ഇതൊന്നും നെക്സോണിൻ്റെ ഒരു സൈസിലേക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഈ പാനറോമിക് സൺറൂഫ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ MG ഹെക്ടറിൻ്റെ ഒക്കെ ഒരു ലെവൽ സൺറൂഫിൻ്റെ വലിപ്പമുണ്ട് ഈ ഒരു ചെറിയ വണ്ടിയിൽ കൊടുത്തിരിക്കുക. ഈ ഗ്ലാസിൻ്റെ വലിപ്പം എത്രത്തോളം എനിക്കിത് ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഈ പെയിൻ നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും കേട്ടോ. അതും കൂടെ കാണിച്ചു തരാം. ഈ ഫ്രണ്ട് ഗ്ലാസ് പെയിൻ ഓപ്പൺ ചെയ്യാനും പറ്റും. എത്രത്തോളം ഇതിൻ്റെ ഒരു ഓപ്പണിങ് ഉണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഇത് ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെരി ബിഗ്, വളരെ വലിയൊരു സൺറൂഫാണ്. അതിൻ്റെ കൺട്രോൾസൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സീറോ സിവിയിൽ നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു സിംഗിൾ ബട്ടണാണ്. ഷെയ്ഡിനും ഗ്ലാസിനും കൂടെ ഒരു ബട്ടണേ ഉള്ളൂ. പക്ഷേ അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അതിനൊരു സ്റ്റേജ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബട്ടൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പരാതിയൊന്നുമില്ല. പിന്നെ ഇവിടെയായിട്ടാണ് നമുക്ക് ക്യാബിൻ ലാംപ്സിൻ്റെ ഒരു ബട്ടൺ വരുന്നത്. LED ആണ്, നല്ല രസമുണ്ട് കാണാൻ. 2 സൈഡിലും ഉണ്ട്. പിന്നെ ഇപ്പം അന്യം നിന്ന് പോകുന്നൊരു ഫീച്ചറാണ് ഈ ഒരു സാധനം, സൺഗ്ലാസ് ഹോൾഡർ. ഒരു പുതിയ വണ്ടിയിലും അങ്ങനെ അധികം കാണാറില്ല. ഇവിടെ ഒരു ഫെൽറ്റ് ലൈനിങ്ങും കിട്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഓട്ടോ ഡിമ്മിങ് ഇൻസൈഡ് റിയർ വ്യൂ മിറർ കാണാം. ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എമർജൻസി കോൾ വിളിക്കാനും ടോ ട്രക്ക് വിളിക്കാനും കിയ കണക്ട് എന്ന് പറഞ്ഞ ഇവരുടെ ഈ സ്മാർട്ട് ലിങ്ക് ആപ്പുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ മിററിൽ കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. പിന്നെ വൈസർ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് വൈസറിൽ നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ, മിററില്ല, ലൈറ്റ് ഇല്ല. പാസഞ്ചർ സൈഡിൽ നമുക്ക് ഒരു മിറർ മാത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വൈസർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റേണ്ടതാണ്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് വൈസർ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതായി സീറോ സിവിയുടെ ബാക്ക് ഡോറിൻ്റെ ഡോർ പാഡൊക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പച്ച ബ്ലാക്ക് കോംബോ ആണ്. ഇത് സോഫ്റ്റ് ടച്ചാണ്. കൈവെക്കുന്ന പോർഷൻ സോഫ്റ്റ് ടച്ചാണ്. അതിൽ നമുക്കൊരു സ്റ്റിച്ചിങ് കാണാം. സ്വിച്ച്, വിൻഡോ സ്വിച്ചൊക്കെ നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ ഉള്ളതാണ്. പിന്നെ ഇവിടെ എൻ്റെ ഫേവററ്റ് സാധനം ഒരു മാനുവൽ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രം ദ ഫാക്ടറി. അടിപൊളി സാധനമാണ്. മറ്റേ ഒട്ടിക്കുന്ന സാധനമൊന്നും വെക്കണ്ട, സന്തോഷം. ബാക്കിൽ സ്പീക്കർ പ്ലേസ്മെൻറ്റ് കാണാം. ഇവിടെ നമുക്കൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ പിന്നെ ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചാൽ ഇരിക്കും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിലെ കഥകളൊക്കെ ഒന്ന് കാണാം. ഇവിടെയാണ് ഇവൻ്റെ മുഴുവൻ ഹൈലൈറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ സീറോ സിവിയുടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇത് എങ്ങനെയാണ് ഇവർ ഇത്രയും സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിനകത്ത് പാക്കേജ് ചെയ്തെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നെക്സോൺ EV നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, നമുക്ക് ഒരുപാട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കാണാൻ കിട്ടുന്ന വണ്ടിയാണ്. അതിൻ്റെ അതേ ലെങ്ത് 1 മില്ലിമീറ്റർ ചെറുതാണ് ടെക്നിക്കലി സ്പീക്കിംഗ്. അതിനകത്ത് ഇമ്മാതിരി റിക്ലൈൻ, ഈ റിക്ലൈൻ എനിക്ക് എത്രത്തോളം ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഉറങ്ങിപ്പോവും, അത്ര ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റുള്ളൂ. നല്ല 1-ാം തരം റിക്ലൈനും കൊടുത്തിട്ടുണ്ട്. ഇതുമാതിരി ഒരു ലെഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെടോ ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്? ഇത് ഞാൻ ഇങ്ങനെ ഇരുന്നാലും ഇത് കണ്ടോ, എത്ര വണ്ടിയിൽ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും കംഫർട്ടബിൾ ആയിട്ട്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് കോംപ്രമൈസ് ഒന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട്. ഇത്
ഈ ബി പില്ലറിലാണ് കിടക്കുന്നത്, അതും കൂടെ കണ്ടല്ലോ അല്ലേ. ഇനി ഞാനിത് മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ആരും ഇനി പറയരുത്. അടിപൊളിയാണ്. സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ അതിമാരക സ്പേസ് ആണ് ഇതാക്കി കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി റിക്ലൈനിങ് ആംഗിളും ഉണ്ട്, നല്ല ഫേം ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ സെൻട്രൽ പാസഞ്ചർക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല, പക്ഷേ ഇവിടെ ഒരു സെൻട്രൽ ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റിൽ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ പാസഞ്ചർക്ക് ഒരു പ്രോപ്പർ 3 പോയിന്റഡ് സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇവൻ്റെ സൺറൂഫും കൂടെ ഒന്ന് കാണിച്ചു തരാം. എത്രത്തോളം ഇത് ക്യാമറയിൽ ഭയങ്കര വലുതാണ്. ഈ ഒരു കാറ്റഗറി, സൈസ് കാറ്റഗറി വെഹിക്കിളിൽ നമ്മൾ ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു സൺറൂഫ് കണ്ടിട്ടില്ല, അത് ഞാൻ ഗ്യാരണ്ടി. ഇത് പഴയ MG ഹെക്ടർ ഇല്ലെങ്കിൽ ടാറ്റ ഹാരിയറിൻ്റെ ഒക്കെ സെക്കൻഡ് ജനറേഷനിലെ സൺറൂഫ് വന്നപ്പോൾ ഉള്ള അതേ വലിപ്പം ഈ ഒരു ചെറിയ ഒരു sub 4 മീറ്റർ വെഹിക്കിളിൽ കൊടുത്തിരിക്കുകയാണ്. അസലായിട്ടുണ്ട്. നല്ല സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സീറ്റിലാണെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് ബ്ലൈൻഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ ആയിട്ടുള്ള ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സാധനം കൂടെ പറയാനുണ്ട്, ഇതിൻ്റെ ബാക്ക് സീറ്റിൽ വേറെ ഒരു വെഹിക്കിളിലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടെന്ന്. ബാക്ക് സീറ്റിൻ്റെ വെന്റിലേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ചാരുന്ന പോർഷനിലില്ല, നമ്മൾ ഇരിക്കുന്ന പോർഷനിൽ വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ബാക്കിൽ 2 സീറ്റിലും ഉണ്ട്. അത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണ്. കിയ ശരിക്കും ഇത്തവണ ഞെട്ടിച്ച് കളഞ്ഞു. ഏതായാലും പറയുമ്പോൾ സീറ്റിൻ്റെ കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ഇവിടെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഒരു ഫോൺ ഹോൾഡർ പോലത്തെ ഒരു പ്രൊവിഷൻ കാണാം. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു മാഗസിൻ ഹോൾഡർ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ മാഗസിൻ ഹോൾഡർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ദാറ്റ്സ് ഫൈൻ. പിന്നെ ഇവിടെ 2 AC വെൻസ് ബാക്കിലേക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതും ഒട്ടും ചീപ്പല്ല കേട്ടോ. ഇത് എത്രത്തോളം ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. നല്ല ഡാമ്പിംഗ് ഉള്ള ഒരു AC വെൻസാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് 2 USB പോർട്ട് കാണാം. ഇവിടെ ഒരു ട്രേ പോലെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മൊബൈലോ കാര്യങ്ങളോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ബാക്ക് സീറ്റിൻ്റെ താഴെയായിട്ട് ഇവിടെ നമുക്കൊരു വെഹിക്കിൾ ടു ലോഡിൻ്റെ പോർട്ടുണ്ട്. അതായത് നമുക്ക് ഹൗസ് ഹോൾഡ് അഡാപ്റ്റർ, നമ്മുടെ ഈ വീട്ടിലെ വലിയ വലിയ അപ്ലയൻസ് 3000 വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് എടുക്കാം. അതായത് ഓവൻ, മിക്സി, ഗ്രൈൻഡർ, കെറ്റിൽ, ഇൻഡക്ഷൻ കുക്കർ, അങ്ങനത്തെ എന്ത് സാധനം വേണമെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാം. അവനെ ഇവിടെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് പറയാൻ വിട്ടുപോയി, അതും കൂടെ പറഞ്ഞേക്കാന്ന് വെച്ചാൽ. അപ്പോൾ നമുക്കിനി സീറോ സിവിയുടെ വാറണ്ടി പോളിസീസിനെ കുറിച്ച് പറയാം. ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഇൻ എ ഹ്യുണ്ടായി ഓർ കിയ പ്രൊഡക്റ്റ്, ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയാണ് സീറോ സിവിയിൽ കിയ കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. സാധാരണ ഇപ്പോൾ ഒരുപാട് മാനുഫാക്ചറേഴ്സ് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇവരും ഹ്യുണ്ടായും ആണ് 8 years 1,60,000 ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഇത്തവണ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. 2 മോട്ടോർ വാറണ്ടി, വെഹിക്കിൾ വാറണ്ടി, രണ്ടും 3 years 1.5 lakh kilometers ആണ്. യൂഷ്വലി നമ്മുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മോട്ടറിന് 8 years 1,60,000 ആണ്. അത് എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡായിട്ട് 3 years 1.5 lakh kilometers മാത്രമേ ഉള്ളൂ. എനിക്ക് അതിലൊരു പോരായ്മ ഫീൽ ചെയ്തു. പിന്നെ ഇവൻ്റെ പവർ ടോർക്ക് ഫിഗേഴ്സ് 170 bhp 255 Nm ടോർക്കാണ്. വളരെ പവർഫുള്ളാണ്. ഈ ഒരു കാറ്റഗറി വെഹിക്കിളിന്, ഈ ഒരു സൈസിലുള്ള വെഹിക്കിളിന് അത് നല്ല പെർഫോമൻസ് തന്നെയാണ്. 2 ബാറ്ററി പാക്ക് വേരിയൻസിൽ അവൈലബിൾ ആണ്. 45 kWh NMC പാക്ക് ഉണ്ട്, 51.4 kWh ബാറ്ററി പാക്ക് ഉണ്ട്. ടോപ്പ് മോഡലിന് IDC ഫിഗേഴ്സ് 520-530 കിലോമീറ്ററൊക്കെയാണ് പറയുന്നത്. ഒരു 440-450 കിലോമീറ്റർ വരെ മാക്സിമം, അത്ര എക്സ്പെക്ട് ചെയ്താൽ മതി. ചെറിയ ബാറ്ററി പാക്കുള്ള മോഡലിന് നമുക്കൊരു 350-360 കിലോമീറ്റർ വരെയൊക്കെ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ ഒരിക്കലും കിട്ടാത്ത ഫിഗർ കണ്ടിട്ട് കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ. സാധാരണ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒരു 350-360 വരെ കിട്ടും. പിന്നെ DC ഫാസ്റ്റ് ചാർജിങ് 100 kW വരെ റിസീവിങ് കപ്പാസിറ്റി ഉള്ള വെഹിക്കിളാണ് സിറോസ്. നമുക്കൊരു 10 to 80% ഒരു 40 മിനിറ്റ് കൊണ്ടൊക്കെ ചാർജ് കയറി തീരും. അതും ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിഗറാണ്. അപ്പോൾ അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ്, ഇതിൻ്റെ സീറ്റ് മാത്രം മതി ലോങ് ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് പോകാനായിട്ട്, അത്യുഗ്രനാണ്. പിന്നെ ഹോം ചാർജിങ്, AC ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 3 ടൈപ്പ് വരുന്നുണ്ട്. 3.3 kW ആ ഒരു ബൂട്ടിൽ കണ്ട സ്മോൾ ചാർജർ, പിന്നെ 7.2 kW സപ്പോർട്ട് ചെയ്യും. ഇവൻ്റെ മാക്സിമം AC ചാർജിങ് റിസീവിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 11 kW ആണ്. നമുക്ക് ഓപ്ഷണൽ ആക്സറിയാണ്, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. 3 phase ചാർജറാണ്. നമുക്ക് ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ ഇതിൻ്റെ ഈ വലിയ ബാറ്ററി പാക്ക് വീട്ടിൽ ചാർജ് കയറി തീരും. അപ്പോൾ ഒരു നല്ല പാക്കേജാണ്. മോട്ടറിൻ്റെ വാറണ്ടി മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇച്ചിരി പോരായ്മയായിട്ട് തോന്നിയത്, ബാക്കിയൊക്കെ പക്ക. സീറോ സിവിയിൽ നമുക്ക് വെഹിക്കിൾ ടു ലോഡിൻ്റെ ഫംഗ്ഷനും വരുന്നുണ്ട്. വെഹിക്കിൾ ടു ലോഡിൻ്റെ ഇപ്പം കാറിൻ്റെ ഉള്ളിലൊരു പോർട്ടുണ്ട്, നമ്മുടെ ബാക്ക് സീറ്റിൻ്റെ സെൻറ്ററിൽ താഴെയായിട്ട്. അത് കൂടാതെ നമ്മുടെ ചാർജിങ് പോർട്ടിൽ കുത്തിയിട്ട് നമുക്ക് ഒരു ആക്സസറി നമുക്ക് അതിനകത്ത് ഇങ്ങനെ നമ്മൾ കുത്തിയിട്ട് അഡാപ്റ്റർ പോലെ എടുക്കാം. അത് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 3300 വാട്ട്സ് വരെ, അതായത് 3.3 kW വരെയുള്ള എന്ത് അപ്ലയൻസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഓവൻ, യു നെയിം ഇറ്റ്, 3000 വാട്ട്സ് റേഞ്ചിലുള്ള എന്ത് സാധനം നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ സപ്പോസ് നമ്മുടെ വീട്ടിലൊരു 3 ദിവസമൊക്കെ കറണ്ട് പോയി,
ഇത് ഫുൾ ചാർജ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഇതിനകത്ത് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുത്തി വീട്ടിലൊരു ജനറേറ്ററിൻ്റെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് നേരെ കൊടുത്തു കഴിഞ്ഞാൽ AC അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഒരു 2-3 ദിവസത്തേക്ക് ഹാപ്പി ആയിട്ട് ഓടിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നുള്ളത് നെട്ടൂരുള്ള കിയയുടെ ഇൻഷ്യോൺ കിയ ഷോറൂമിലാണ്. ഇവിടെ എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്ന് ഇദ്ദേഹമാണ്, സഞ്ജു എന്നാണ് പേര്. അപ്പം നമുക്കൊരു ഡ്രൈവ് പോയിട്ട് വരാം. നമ്മുടെ ഡ്രൈവ് വെഹിക്കിൾ റെഡി ആയിട്ടുണ്ട്, അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഡ്രൈവ് പോയിട്ട് ബാക്കി കഥകൾ പറയാം. യെസ്, അപ്പോൾ നമ്മൾ കിയ സിറോസ് EV ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വെഹിക്കിളാണ്. എനിക്ക് ഡ്രൈവ് ചെയ്ത് ഇനീഷ്യലായിട്ട് ഇമ്പ്രഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഒരു അല്പം സ്റ്റിഫാണ്. നമുക്ക് ഒരു എക്സാക്ട്ലി സോഫ്റ്റ് സപ്പിൾ എന്ന് വിളിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല, എന്നാലും പക്ഷെ നല്ല കമ്പോസ്ഡ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ക്രൗൺ പ്ലാസയുടെ നേരെ മുമ്പിലുള്ള റോഡാണ്. ആ ഒരു ഹമ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചാടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ ഉണ്ട്, 2 സൈഡിലേക്കും ഉണ്ട്. ഇതിൽ ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് മിററിൽ കൊടുത്തിട്ടില്ല, പക്ഷേ അതിന് പകരം ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് നല്ല രീതിയിൽ നല്ല വിസിബിലിറ്റി ഉണ്ട്. ലൈൻ ഓഫ് സൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഡിസ്പ്ലേയിൽ കൊടുക്കാതെ ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിൽ ഇപ്പം ഞാൻ റീജൻ ലെവൽ 1-ലായിട്ടിരിക്കുന്നത്. അത് തന്നെ ഓവറാണ്. റീജൻ ഞാൻ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ബേസിക്കലി ബ്രേക്ക് പിടിക്കണ്ട, ഭയങ്കര ഹെവി ആയിട്ടുള്ള റീജനാണ്. പിന്നെ ഇതിന് 1 പെഡൽ ഡ്രൈവിംഗ് മോഡും ഉണ്ട്. അത് ഈ റീജൻ പ്ലസ് ചെയ്യുന്ന ഈ ഒരു പാഡിൽ നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് വലിച്ചു പിടിക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ വരുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന്, ഇതിപ്പോൾ 3rd ലെവൽ റീജനിൽ കിടക്കുന്നത്. ഞാൻ ഒന്ന് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ ഇത് കണ്ടോ, ബേസിക്കലി ബ്രേക്കാണത്. നമുക്കിതിൻ്റെ ഡ്രൈവിംഗ് മോഡുകളൊന്ന് പരിചയപ്പെടാം. ഇപ്പം ഞാൻ ഈക്കോ മോഡിലായിട്ടിരിക്കുന്ന, കാല് കൊടുത്താൽ ഇത് ഈക്കോ എന്ന പേര് മാത്രമേ ഉള്ളൂ. നല്ല പിക്കപ്പ് ഉണ്ട്. പിന്നെ ഒരു നോർമൽ മോഡുണ്ട്, അതിലൊന്ന് കാല് കൊടുത്ത് നോക്കാം. എന്താണ് ത്രോട്ടിൽ കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പായിട്ടുണ്ട്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് സ്പോർട്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പോർട്സ് മോഡ് ഇടുമ്പോൾ തീമൊക്കെ മാറും, ഒരു ചുവപ്പ് തീം പിടിക്കും. നമുക്കൊന്ന് കാല് കൊടുത്ത് നോക്കാം. റെഡി, 1, 2. ഇതിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റിഫാകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റിഫാകുന്നുണ്ട് സ്റ്റിയറിംഗ്, നല്ല വെയിറ്റ് കയറുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ് നമുക്ക് സിറോസ് EV വരുന്നത്. ഒരു നെക്സോൺ EVയുടെ സൈസിനകത്ത് തന്നെ ഒരു 170 bhp എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തുമാത്രം ഒരു പവർ ഔട്ട്പുട്ട് ഉണ്ടാവും. ഒരു 255 Nm ടോർക്കും ഉണ്ട്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. നല്ല റെസ്പോൺസീവ് ആണ് കേട്ടോ. നല്ല വലിച്ചു കൊണ്ട് പൊക്കോളും. ഒരു 51.4 kWh ബാറ്ററിയാണ്. നമുക്കൊരു 440-450 km റിയൽ വേൾഡ് റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. ഒരു 40 minutes കൊണ്ടൊക്കെ നമുക്കൊരു 10 to 80% ചാർജ് കയറും. നല്ല റിയലിസ്റ്റിക്കലി നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള, ആക്ച്വലി ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം എടുത്ത് പൊളിക്കാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് ട്രാഫിക്കിൽ വലിയൊരു ബാധ്യതയാവാത്ത, സൈസ് കോമ്പാക്റ്റ് ആയതുകൊണ്ടേ ബാധ്യതയാവാത്തൊരു ഒരു വെഹിക്കിളാണ് സിറോസ് EV. ഇതൊരു സബ് കോമ്പാക്ട് കാറാണെങ്കിലും ഓടിക്കുമ്പോൾ ഒരു സബ് കോമ്പാക്ട് കാർ ഓടിക്കുന്നൊരു ഫീലിംഗ് അല്ല. ഒരു ഡസ്റ്റർ, ഇല്ലെങ്കിൽ നമ്മളൊരു പഴയ ടെറാനോ, ഇല്ലെങ്കിൽ ഒരു എക്കോ സ്പോർട്ട്, അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ വലിയൊരു വണ്ടി ഓടിക്കുന്നൊരു ഫീലിംഗ് ആണ്. ഒരു നെക്സോൺ ഓടിക്കുന്ന ഫീൽ ഡെഫിനറ്റ്ലി അല്ല. അത് ഞാൻ എഴുതിയിട്ട് തരാം. നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു കുറച്ചുകൂടെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ് വളരെ ലോ ആണ്. ഇത് കണ്ടില്ലേ, വളരെ ലോ ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. ഇത്രയും വലിയ സ്ക്രീനും കാര്യങ്ങളും 30 ഇഞ്ച് ട്രിനിറ്റി ഡിസ്പ്ലേ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ഡാഷ്ബോർഡ് നല്ല താഴെ ആയതുകൊണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് പുറത്തേക്ക്. ഓവറോൾ ഒരു നല്ല പ്രാക്ടിക്കൽ വെഹിക്കിളാണ്. ഈവൻ ദോ സ്റ്റാർട്ടിംഗ് പ്രൈസ് 13.49 lakhs ആണ്. ടോപ്പ് എൻഡ് മോഡൽ ഓൺ റോഡ് വരുമ്പോൾ, ഇപ്പോൾ ഈ എക്സ്ലൈൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് മോഡൽ, ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 23 lakhs വരുന്നുണ്ട്. 23 lakhs മോഡൽ എടുക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, പേഴ്സണലി സ്പീക്കിംഗ്. ഓരോരുത്തർ താല്പര്യമാണ്. നമുക്കൊരു മിഡ് മോഡൽ എടുത്താൽ പോലും ആക്ച്വലി ഇത് നല്ലൊരു വർത്തായിട്ടുള്ള വണ്ടിയാണ്. എന്ത് ആസ്പെക്ട് നോക്കിയാലും സ്പേസ്, അകത്ത് നല്ല സ്പേസ് ഉണ്ട്, എന്നാൽ പുറത്ത് റോഡിൽ അത്ര സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നില്ല. ഇന്നത്തെ ഒരു ട്രാഫിക് സിറ്റുവേഷനിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും ഇലക്ട്രിക് വണ്ടി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന മനസ്സിൽ പേടി എന്ന് പറഞ്ഞാൽ ബാറ്ററി. ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഈ 8 വർഷം 1,60,000 km സ്റ്റാൻഡേർഡ് വാറണ്ടി കൊടുക്കുമ്പോൾ എല്ലാവരുടെയും ധാരണ 8 വർഷം കഴിഞ്ഞ് ഒരു ദിവസം, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ബാറ്ററി അടിച്ചു പോകുന്നത്. അങ്ങനല്ല. ഇപ്പോൾ നമ്മുടെ പെട്രോൾ വണ്ടിക്കൊക്കെ എത്ര വർഷം വാറണ്ടി കൊടുക്കാറ് സാധാരണ? ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. 8 വർഷം വരെ കമ്പനിയുടെ ഒരു സപ്പോർട്ട് ബാക്കിൽ ഉണ്ടാവും എന്നുള്ളൊരർത്ഥം മാത്രമേ ഉള്ളൂ. പിന്നെ സിറോസിൽ വന്നിട്ട് ഒരു വളരെ നല്ലൊരു കാര്യം കിയ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ബാറ്ററി വാറണ്ടി ലൈഫ് ടൈം ആക്കിയിട്ടുണ്ട്. അത് നല്ലൊരു ഒരു പീസ് ഓഫ് മൈൻഡ് തന്നെ. സാധാരണ ഹ്യുണ്ടായുടെ കിയയുടെ വെഹിക്കിൾസ് അവരങ്ങനെ ഒരു 8 years 1,60,000 ലോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. ഇത്തവണ എന്തായാലും അത് മാറ്റിയിട്ടുണ്ട്. സന്തോഷം, നല്ല കാര്യം അത്. പിന്നെ 3 വർഷത്തെ ഒരു ബൈബാക്ക് പ്ലാനും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. എനിക്കത് വല്ലാതെ ഇഷ്ടമായി. ഇപ്പം ഒരു വർഷം 10,000 km ഓടുന്നുള്ളൂ നോക്കുക.
അവരുടെ ക്യാപ്പാണ് ഞാനീ പറയുന്നത്. 10,000 കിലോമീറ്റർ, അതായത് 3 വർഷമാകുമ്പോൾ 30,000 കിലോമീറ്റർ. 3 വർഷത്തിന് ശേഷം നമ്മൾ 30,000 കിലോമീറ്ററിന് ശേഷം ഈ വാഹനം നമ്മൾ തിരിച്ച് കിയയിൽ കൊടുത്താൽ 80% റീസെയിൽ വാല്യൂ അവർ പറയാം, അതായത് ബൈബാക്ക് വാല്യൂ അവർ തരുമെന്ന് പറയുന്നത്. EVക്ക് റീസെയിൽ വാല്യൂ ഇല്ല എന്ന് പറയുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നത് ആൾക്കാരെ EV എടുക്കാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. അത് വേറെ എല്ലാ മാനുഫാക്ചറേഴ്സും കിയയുടെ കയ്യിൽ നിന്ന് കണ്ട് പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതായത് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് 2 വർഷത്തിനപ്പുറം ഇതിനേക്കാൾ വലിയ ഡിസൈനുള്ള പവറുള്ള വേറെ ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇവൻ ഔട്ട്ഡേറ്റഡ് ആയി പോകുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. കൊണ്ട് കൊടുത്താൽ ഒരു 80% നമുക്ക് റീസെയിൽ വാല്യൂ എങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടൊരു ആശ്വാസം ഉണ്ടാവും. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് സീറോ സിവിയിൽ വന്നിട്ട് ആദ്യത്തെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് 1000 തൊട്ട് 1500 കിലോമീറ്റർ വരെയാണ്. അതാണ് അതിൻ്റെ ഒരു സർവീസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. സെക്കൻഡ് സർവീസ് വരുന്നത് നമുക്ക് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ കോൺസിക്യൂട്ടീവ് സർവീസുകളും 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ്, ഇല്ല 1 ഇയർ വെച്ചിട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സർവീസ് ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കിയ സീറോ സിവിയുടെ ഇന്നത്തെ വീഡിയോ. ഒരു ചേഞ്ചിന് വേണ്ടി ഔട്ട്റോ ഇന്ന് ബാക്കിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് എൻ്റെ ബാക്ക് കാണാൻ. അപ്പോൾ സിറോസിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, സ്പേഷ്യസ് ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, ഒരു കറക്റ്റ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫാമിലി കാർ തന്നെയാണ് സീറോ സിവി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ. കിയയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ഓഫറിംഗ് ആയിട്ടുള്ള, എൻ്റെ പേരാണ് വായി നിൽക്കാത്തത്, ഇത് കണ്ടില്ലേ, ഇത് ഞാൻ 5 feet 10 ആണ്. എനിക്കിതിനകത്ത് ചുമ്മാ ഇങ്ങനെ വലിച്ചു വാരി ഇരിക്കാം. ഇയാൾ എന്തൊരു ശല്യമാണ് നോക്കണേ. ഒരു ഫാമിലി കാർ തന്നെയാണ് സീറോ സിവി. നല്ലൊരു സെയിൽസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ട, പ്രാർത്ഥിക്കാൻ ഞാനാരും